ഇസ്മായിൽ അലൈഹിസ്സലാം യുവാവായ സമയത്ത് ആദ്യം ഒരു കല്യാണം കഴിച്ചു. റുമാറ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഒരിക്കൽ അവരെ വീട്ടിലേക്ക് ഒരു വൃദ്ധൻ കയറി വന്നു. ചോദിച്ചു, നീ ഇസ്മായിലിൻ്റെ ഭാര്യയാണോ? ഉമാർ പറഞ്ഞു, അതെ. എവിടെ പോയി ഇസ്മായിൽ? പുറത്തു പോയതാണ്, വേട്ടയ്ക്ക് വേണ്ടി പോയതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം? സന്തോഷത്തിലാണോ? ഉമാർ പറഞ്ഞു, ഒരു സന്തോഷവുമില്ല, ദുഃഖമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഞെരുക്കത്തിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വൃദ്ധൻ അല്പം കൂടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകാൻ സമയത്ത് ഉമാറയോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോൾ എൻ്റെ സലാം പറയണം, കട്ടിലപ്പടി മാറ്റിവെക്കണമെന്നും പറയണം. ഇസ്മായിൽ എന്നിവർ വൈകുന്നേരം വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വന്നത് പിതാവാണെന്നും കട്ടിലപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉമാറ തനിക്ക് ചേർന്ന ഭാര്യയല്ല എന്നുമാണ് എന്ന് മനസ്സിലായി. പിന്നീട് ആ ദാമ്പത്യ ജീവിതം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്മായിൽ എന്നിവർ പിന്നീട് മറ്റൊരു വിവാഹം ആലോചിക്കുകയാണ്. റഹിലത്ത് എന്നായിരുന്നു ആ യുവതിയുടെ പേര്. നല്ല സ്വഭാവക്കാരിയാണ്, നല്ല പെരുമാറ്റക്കാരിയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തി അടയുന്നവരാണ്. റഹിലത്തുമായുള്ള ആ ജീവിതം മുമ്പോട്ട് കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വൃദ്ധൻ ആ വീട്ടിലേക്ക് കയറി വന്നു. ചോദിച്ചു, നീ ഇസ്മായിലിൻ്റെ ഭാര്യയാണോ? അവർ പറഞ്ഞു, അതെ. ഇസ്മായിൽ എവിടെ പോയി? പുറത്തു പോയതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ? അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നല്ല സന്തോഷത്തിലും അതുപോലെ തന്നെ പ്രയാസരഹിതമായിട്ടും ഞങ്ങളുടെ ജീവിതം റാഹത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു മറുപടി. ഭക്ഷണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാംസങ്ങളുണ്ട്, വെള്ളമുണ്ട്, എല്ലാമുണ്ട് എന്ന് മറുപടി. ആ വൃദ്ധൻ അവർക്ക് വേണ്ടിയും അവരുടെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയൊക്കെ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പോകാൻ നേരത്ത് ആ വൃദ്ധൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോൾ എൻ്റെ സലാം പറയണം, അതോടുകൂടെ ഉമ്മറപ്പടി കട്ടിലപ്പടി മാറ്റിവെക്കണ്ട, നിലനിർത്തണം എന്നും പറയണമെന്ന് ഏൽപ്പിക്കുകയാണ്. ഇസ്മായിൽ എന്നിവർ വൈകുന്നേരം വന്നപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വന്നത് ഉപ്പയാണെന്നും ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് ഭാര്യയെ നിലനിർത്തണമെന്നുമാണ്, തനിക്ക് യോജിച്ച ഭാര്യയാണ് എന്നും അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി.